കരുണാവാരിധിയായ നാഥന് അവന്റെ സ്നേഹവും പൊരുത്തവും കരസ്ഥമാക്കി വിജയിക്കാൻ കഴിയുന്ന സുഹൃതവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അംബിയാ മുർസലീങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കുന്ന ആളുകളിൽ നമ്മയും നമ്മുടെ കുടുംബാദികളെയും പടച്ചറപ്പ് ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 3 ആഴ്ചകളിലായി മുഹറം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചില ചിന്തകളും പഠനങ്ങളുമാണ് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഏറ്റവും ആദ്യം അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ട് എങ്കിൽ ഭയപ്പെടാനില്ല, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന ഏറ്റവും ശക്തമായ നിലപാടിനെ കുറിച്ചാണ് പറഞ്ഞു വെച്ചത്. അതോടൊപ്പം ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പരമമായ സ്നേഹം, താല്പര്യങ്ങൾ മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായി അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ സ്വർഗത്തോടുമായിരിക്കുക എന്നതുകൂടി ചരിത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു വെക്കുകയുണ്ടായി. തൊട്ടടുത്ത ഖുതുബയിൽ ദീർഘമായ കാലയളവ് ഫിർഔനിന്റെ അടിമപ്പാളയങ്ങളിൽ കഴിയേണ്ടി വന്ന ബനി ഇസ്രായേൽ വംശത്തെ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിമോചിപ്പിച്ചു കൊണ്ടുപോകുന്ന വിമോചനത്തെ കുറിച്ചായിരുന്നു സൂചിപ്പിച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ സഹോദരങ്ങളുടെ മുമ്പിൽ 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു വെച്ചു. അതിലൊന്ന് ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ശുഐബ്, നിന്നിൽ വിശ്വസിച്ച ആളുകളെയും ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് വെല്ലുവിളിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന, റബ്ബന ഇഫ്തഹ് ബൈനനാ വ ബൈന ഖൗമിനാ ബിൽ ഹഖ്, പടച്ചവനെ ഞങ്ങളുടെയും ഞങ്ങളുടെ ഈ സമൂഹത്തിന്റെയും ഇടയിൽ സത്യത്തിന്റെ വാതിലുകൾ തുറന്നു തരണം എന്ന ഒരു തിരിച്ചറിവാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 25 പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് മുമ്പിൽ പറഞ്ഞു വെച്ചപ്പോൾ അതിലൊരു പ്രവാചകനെ മാത്രം പരിചയപ്പെടുത്തിയപ്പോൾ ലാ തകുൻ കസ്വാഹിബിൽ ഹൂത്ത്, മത്സ്യക്കാരനായ പ്രവാചകനെ പോലെ നിങ്ങൾ ആകരുത് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അഥവാ അള്ളാഹുവിന്റെ അനുമതിക്ക് മുൻപ് ഹിജ്റ പോകാൻ തീരുമാനിച്ച അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന സമൂഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായ നിരാശ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഉണ്ടാകരുത് എന്നതാണ് അതിന്റെ പശ്ചാത്തലം. മറ്റൊന്ന്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ അള്ളാഹുവെ 2-1 ഉമറിനെ കൊണ്ട്, അതൊരു ടാർഗറ്റ് ചെയ്ത പ്രാർത്ഥനയാണ്, 2-1 ഉമറിനെ കൊണ്ട് ഈ ദീനിനെ നീ ശക്തിപ്പെടുത്തണം എന്ന പ്രാർത്ഥനയെ കുറിച്ചും വിശദീകരിച്ചു. പ്രിയമുള്ളവരെ, ഇതിന്റെ ഒരു തുടർച്ച എന്നോണം ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഓതിവെച്ച സൂക്തം സൂറത്തുൽ അഹ്സാബിലെ 7-8 ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പറഞ്ഞു വെക്കുന്ന, അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ വസ്തുത. വൈദ അഖദ്നാ മീസാഖ മിനൻ നബിയ്യീന മീസാഖഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അംബിയാക്കളിൽ നിന്ന്, പ്രവാചകന്മാരിൽ നിന്ന് കരാർ വാങ്ങിയ സന്ദർഭം, അവരുമായി ചെയ്ത കരാർ മിൻക, നിന്നിൽ നിന്നുമുള്ള കരാർ തന്നെയാണ്. അഥവാ പ്രവാചകരെ, അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങൾ, അവസാനത്തെ പ്രവാചകനായ താങ്കളിൽ നിന്ന് വാങ്ങിയ കരാർ എന്താണോ അതേ കരാർ തന്നെയാണ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ നിന്നും വാങ്ങുന്നത്. വമിൻ നൂഹിൻ വ ഇബ്രാഹിമ വ മൂസ വ ഈസ ഇബ്നു മറിയം, ശൈഖുൽ അംബിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന്, കലീമുല്ലാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന്, ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം നൽകി അനുഗ്രഹിച്ച മുർസലുകൾ, റസൂൽ എന്ന വിളിപ്പേരിന് അർഹരായ പ്രവാചകന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞതിന് ശേഷം ആ പ്രവാചകന്മാരിൽ നിന്ന് വാങ്ങിയ അതേ കരാർ തന്നെയാണ് താങ്കളിൽ നിന്നും നാം സ്വീകരിച്ചിട്ടുള്ളത്.
നാം അവരിൽ നിന്ന് വാങ്ങിയത് സുദൃഢമായ ബലിഷ്ഠമായ ഒരു കരാറാണ്. മീസാക്കൻ വലിയ ബലിഷ്ഠമായ കരാർ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങളിൽ നിന്ന് വാങ്ങിയ കരാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങളുടെ പിന്മുറക്കാരായി ലോകത്ത് ജീവിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ. അത് കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലും നമുക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതിൽ ചില വ്യത്യാസങ്ങൾ അതിനു മുൻപ് ഉള്ള പ്രവാചകന്മാരിലൂടെ കടന്നു പോന്നിട്ടുണ്ട്. അഷ്ഹദു അന്ന ആദമു നബിയുല്ലാഹ് എന്ന് പറയേണ്ടത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. അഷ്ഹദു അന്ന നൂഹുൻ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇതൊക്കെ നമുക്ക് അറിയുന്ന ഈ അംബിയാ മുർസലീങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച ഒരു കരാർ നിങ്ങളിൽ നിന്നും നാം സ്വീകരിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ പിന്മുറക്കാരായ ഉമ്മത്ത് മുസ്ലിമയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ആ കരാറിനെ സംബന്ധിച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു കരാർ സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ ലിയസ്അല സ്വാദിഖീന അൻ സിദ്ഖിഹിം വഅഅദ്ദ ലിൽ കാഫിരീന അദാബൻ അലീമ. ഈ കരാറിനോട് സത്യസന്ധത പുലർത്തുന്ന ആളുകൾ ആരാണ് എന്ന് എനിക്കറിയണം. ഇതൊരു കരാർ ചെയ്തിട്ട് വെറുതെ കയറൂരി വിടുന്ന പണിയല്ല. മനുഷ്യ സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിച്ചോളൂ എന്ന് കയറൂരി വിടുന്നതല്ല അള്ളാഹുവിന്റെ നിലപാട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ലിയസ്അല സ്വാദിഖീന അൻ സിദ്ഖിഹിം, ഈ കരാറിനോട് ജീവിതം കൊണ്ട് സത്യസന്ധത പുലർത്തിയ ആളുകൾ ആരൊക്കെയാണ് എന്ന് അള്ളാഹുവിന് അറിയേണ്ടതുണ്ട്. വഅഅദ്ദ ലിൽ കാഫിരീന അദാബൻ അലീമ, ഈ കരാറിനെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോയ ആളുകൾക്ക് വേണ്ടി വേദനാജനകമായ ശിക്ഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ആയത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ഓരോ ഖുതുബയിലൂടെയും പറഞ്ഞു വെച്ച ചരിത്ര പശ്ചാത്തലങ്ങളിൽ നിന്നുകൊണ്ട് ഉമ്മത്ത് മുസ്ലിമ എന്ന അർത്ഥത്തിൽ നമുക്ക് ചില ബാധ്യതകളുണ്ട്, നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല, അലക്ഷ്യമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ തീരുമാനിച്ച ഒരു സമൂഹമല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിലെ 69-ാമത്തെ സൂക്തം പറഞ്ഞു വെക്കുന്നത് വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. വല്ലദീന ജാഹദൂ ഫീനാ, ആരാണോ നമ്മുടെ മാർഗത്തിൽ അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയത്നങ്ങൾ അർപ്പിക്കുന്നവൻ, ജിഹാദ് ചെയ്യുന്നവൻ, ആരാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയത്നങ്ങൾ സമർപ്പിക്കാറുള്ളവൻ, ലനഹ്ദിയന്നഹും സുബുലന, അവന്റെ മുമ്പിൽ ഞാൻ ഒരുപാട് മാർഗങ്ങൾ തുറന്നു കൊടുക്കും. ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവന്റെ മുമ്പിൽ ഞാൻ ഒരുപാട് വഴികൾ തുറന്നു കൊടുക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിതം ഒരുപാട് ലക്ഷ്യങ്ങളുടെ പുറകെ പോകുന്നവരാണ്, ഒരുപാട് കാഴ്ചപ്പാടുകളുടെ പുറകെ പോകുന്നവരാണ്, ഒരുപാട് സ്വപ്നങ്ങളെ ലക്ഷ്യങ്ങളായി തെറ്റിദ്ധരിച്ചു പോയ ആളുകളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു കവിതയുണ്ട്, മലയാളത്തിലെ പ്രസിദ്ധനായ കവി സച്ചിദാനന്ദന്റെ ഒരു കവിതയുണ്ട്. കേവലം 8 വരികളാണ് ആ കവിതയുള്ളത്. പക്ഷെ ആ കവിതയിൽ അദ്ദേഹം പറയുന്ന ഒരു വസ്തുത, സൃഷ്ടിപ്പിന്റെ 6-ാം നാൾ ദൈവത്തിന് കയ്യബദ്ധം പിണഞ്ഞു. സൃഷ്ടിപ്പിന്റെ 6-ാം നാൾ ദൈവത്തിന് കയ്യബദ്ധം പിണഞ്ഞു. പ്രണയമില്ലാതെ പ്രാപിക്കുകയും വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും തിന്നാൻ വേണ്ടിയിട്ടല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗത്തെ സൃഷ്ടിച്ച ദിവസം. അത്രയേ ഉള്ളൂ കവിത. ഗംഭീരമായൊരു ആശയമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സൃഷ്ടിപ്പിന്റെ 6-ാം നാൾ ദൈവത്തിന് കയ്യബദ്ധം പിണഞ്ഞു, പ്രണയമില്ലാതെ പ്രാപിക്കുകയും വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും തിന്നാൻ വേണ്ടിയിട്ടല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗത്തെ സൃഷ്ടിച്ച ദിവസം, അഥവാ മനുഷ്യനെ സൃഷ്ടിച്ച ദിവസം സൃഷ്ടാവായ ദൈവം തമ്പുരാന് കയ്യബദ്ധം പിണഞ്ഞിരിക്കുന്നു. മനുഷ്യൻ എന്നൊരു സൃഷ്ടി വേണ്ടിയിരുന്നില്ല. മനുഷ്യൻ അത്രയേറെ മോശമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തെ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ കവിതയുടെ ആശയം ഗംഭീരമാണ്. പക്ഷെ ഇതേ ആശയത്തെ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ 1-ാമത്തെ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മാലാഖമാരെ വിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വർത്തമാനമുണ്ട്. ഞാൻ ഭൂമിയിലേക്ക് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിലേക്ക് എന്റെ പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു, അഥവാ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു.
അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? രണ്ട് വർത്തമാനങ്ങൾ അവർ ചോദിച്ചു വെക്കുന്നുണ്ട്. എന്തിനാണ് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്നാണ് ചോദ്യം. അതൊരു വലിയ ചോദ്യം. ആ ചോദ്യമാണ് ഇവിടെ സച്ചിദാനന്ദന്റെ കവിതയിൽ ആവിഷ്കരിക്കുന്നത്. ഞാൻ പറയുന്നത്, ആ ചോദ്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ ഒരു കൊച്ചു മറുപടിയും അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷനും അവിടെ നടത്തുന്നുണ്ട്. ആ കൊച്ചു മറുപടി നമുക്കറിയാം. അള്ളാഹുവിന്റെ മലക്കുകളുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ചോദ്യം കുറെ ആശങ്കകളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിവർഗം ഈ ഭൂമിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും സ്വതന്ത്രമായ തലച്ചോറുകളും സ്വതന്ത്രമായ ശരീരഘടനയും സ്വതന്ത്രമായ ചിന്താശേഷിയുമുള്ള ജീവിയാണ്. ഓരോ മനുഷ്യനും സ്വതന്ത്രമായ വ്യക്തിത്വമുണ്ടാവും. ഓരോ മനുഷ്യനും മലക്കുകളെ പോലെയല്ല. ഓരോ മനുഷ്യനും മറ്റ് ജീവജാലങ്ങളെ പോലെയല്ല. മറ്റ് ജീവജാലങ്ങൾക്കോ മലക്കുകൾക്കോ സ്വപ്നങ്ങളില്ല, ലക്ഷ്യങ്ങളില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു ജീവിയും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഏതെങ്കിലും പ്രത്യേകമായ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടല്ലോ. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് കുറെ സ്വപ്നങ്ങളുണ്ട്, മനുഷ്യന് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും എത്തിപ്പെടാനുള്ള കഠിനമായ പരിശ്രമങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യനും കടന്നു പോവുക. അപ്പൊ ആ മനുഷ്യന്റെ ലക്ഷ്യങ്ങളിലേക്കുള്ള സഞ്ചാരത്തിന്റെ ഇടയ്ക്ക് അവൻ സമൂഹത്തിൽ ഇടപഴകുമ്പോൾ ചിലപ്പോൾ രക്തം ചിന്തും, കുഴപ്പങ്ങൾ ഉണ്ടാക്കും, അടിപിടികൾ ഉണ്ടാക്കും, പിടിച്ചെടുക്കലുകൾ ഉണ്ടാകും, കയ്യടക്കലുകൾ ഉണ്ടാകും, കയ്യേറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ മലക്കുകൾ ഏറ്റവും ആദ്യം കാണുന്ന ഒരു ആശങ്ക അതാണ്. എന്തിനാണ് ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? അവൻ നാളെ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ലേ? അവൻ നാളെ രക്തം ചിന്തുകയില്ലേ? നിനക്ക് സ്തുതികൾ അർപ്പിക്കാനാണെങ്കിൽ യാതൊരു തെറ്റും ചെയ്യാത്ത സ്തുതികീർത്തനങ്ങളുമായി മാത്രം കഴിഞ്ഞുകൂടുന്ന ഞങ്ങളാകുന്ന ഏറ്റവും വിശുദ്ധരായ സൃഷ്ടികളില്ലേ എന്ന ഒരു ചോദ്യം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറുപടി, ശരി, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷെ നിങ്ങൾക്കറിയാത്ത ചിലത് എനിക്കറിയാം. ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. ആ അറിയാത്തത് എന്താണ്? വ അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദമിന് നാം പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആദമിന് നാം വിജ്ഞാനം കൊടുത്തു. ആദമിന് നാം വിജ്ഞാനം കൊടുത്തു എന്ന് പറഞ്ഞാൽ അറിവിന്റെ വാതായനങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലർക്കെ തുറന്നു വെച്ചു. എന്തിന്? അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്ന വർത്തമാനത്തിന്റെ പ്രസക്തി. ലനഹ്ദിയന്നഹും സുബുലന, ഏത് മനുഷ്യനാണോ വല്ലദീന ജാഹദൂ ഫീനാ, എന്റെ മാർഗത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ളവൻ, അവന്റെ മുമ്പിൽ ഞാൻ ഒരുപാട് വാതിലുകൾ തുറന്നു കൊടുക്കും. എന്റെ മാർഗത്തെ അവലംബിക്കാതെ മുന്നോട്ട് പോകുന്നവൻ, എന്റെ മാർഗമല്ലാത്ത ഏതെല്ലാം മാർഗങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവനുണ്ടോ അവർ പോയിക്കോട്ടെ. പക്ഷെ അവരുടെ കൂടെ ആരെല്ലാം ഉണ്ട് എന്നതല്ല, ഞാൻ അവരുടെ കൂടെ ഇല്ല എന്നതാണ് അവരുടെ പരാജയത്തിന്റെ കാരണം. അവരുടെ കൂടെ ഒരുപാട് കാഴ്ചപ്പാടുകൾ, ഒരുപാട് സംഘങ്ങൾ ഉണ്ടായേക്കാം. അവരാഗ്രഹിക്കുന്ന ഒരുപാട് വൈജ്ഞാനികവും ബുദ്ധിപരവുമായി മേൽക്കോയ്മയുള്ള ആളുകൾ അവരുടെ കൂടെ ഉണ്ടായേക്കാം. അവർക്ക് വലിയ അടിത്തറകൾ ഉണ്ടായേക്കാം. പക്ഷെ ആരെല്ലാം ഉണ്ട് എന്നതല്ല, ഞാൻ അവരുടെ കൂടെ ഇല്ല, അള്ളാഹു അവരുടെ കൂടെ ഇല്ല എന്നത് അവരുടെ പരാജയത്തിലേക്കുള്ള പ്രയാണത്തിന്റെ കാരണമായി മാറും. അവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ അറിവ് എന്ന് പറയുന്ന ഒരു വലിയ സംഗതിയെ അവന് കൊടുക്കുന്നുണ്ട്. മറ്റു ഒരു ജീവിവർഗത്തിനും അള്ളാഹു കൊടുക്കാത്ത. മനുഷ്യൻ ആലോചിച്ച് നോക്കൂ, അത്ഭുതമാണ് മനുഷ്യന്റെ അറിവിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, മനുഷ്യന്റെ തലച്ചോറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനുഷ്യൻ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അവന്റെ കുടുംബമുണ്ട്, സമൂഹമുണ്ട്, ചുറ്റുപാടുകളുണ്ട്, കച്ചവടമുണ്ട്, ഇടപാടുകളുണ്ട്. എല്ലാത്തിനെ കുറിച്ചും അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, വിലയിരുത്തുന്നു, വിലയിരുത്തിയതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവന്റെ ബുദ്ധിയെ പിന്നെയും പിന്നെയും അവൻ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. 80% അല്ലെ? ലോകത്തെ എല്ലാ ജീവജാലങ്ങളുടെയും തലച്ചോറ് 100% അള്ളാഹു പ്രോഗ്രാം ചെയ്ത് വിട്ടു. വിശക്കുമ്പോൾ തിന്നോളൂ, കുടിച്ചോളൂ, ഉറങ്ങിക്കോളൂ, ഉറക്കം വന്നാൽ ഉറങ്ങിക്കോളൂ, ആരുടേത് എന്ത് ഒരു പരിധികളും പാലിക്കാനില്ല. പക്ഷെ മനുഷ്യനോ 20% മാത്രം അള്ളാഹു പ്രോഗ്രാം ചെയ്തു. ബാക്കി 80% അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡെവലപ്പിംഗ് ബ്രെയിൻ എന്നാണ് അതിന് പറയാം.
നിങ്ങളായിട്ട് വായിക്കണം, നിങ്ങളായിട്ട് പഠിക്കണം, നിങ്ങളായിട്ട് മനസ്സിലാക്കണം, നിങ്ങളായിട്ട് വിലയിരുത്തണം, നിങ്ങളായിട്ട് ചിന്തിക്കണം. അപ്പൊ നിങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരുന്ന ഒരു തലച്ചോറിൽ നിന്ന് രൂപപ്പെടുന്ന ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കുന്ന സവിശേഷമായ സൃഷ്ടി. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. പക്ഷെ ആ മനുഷ്യൻ ഏറ്റവും സുന്ദരമായ രീതിയിൽ ഞാൻ അവനെ സൃഷ്ടിച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ഞാൻ അവനെ സൃഷ്ടിച്ചു, ഏറ്റവും മനോഹരമായ രീതിയിൽ ഞാൻ അവനെ സൃഷ്ടിച്ചു. പക്ഷേ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, അവൻ ഏറ്റവും മോശമായ നിന്ദ്യനായ അവസ്ഥയിലേക്ക് അവൻ വഴിമാറിപ്പോയിരിക്കുന്നു, വഴിമാറി സഞ്ചരിച്ചിരിക്കുന്നു. എങ്ങനെ സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ അറിവില്ലായ്മ കൊണ്ടല്ല, അല്ലെങ്കിൽ ബുദ്ധിയും വിവേകവും ഇല്ലായ്മ കൊണ്ടല്ല, നേരെ മറിച്ച് അറിവിന്റെയും വിവേകത്തിന്റെയും അടിസ്ഥാനത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലച്ചോറിൽ നിന്ന് രൂപപ്പെടുന്ന ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ സൃഷ്ടാവായ റബ്ബിനെ കണ്ടെത്തുന്നിടത്ത് സംഭവിച്ച പരാജയമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു സഫിൽ ഒരു വർത്തമാനം പറഞ്ഞത്, ഹൽ അദുല്ലുക്കും യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. ഇതൊരു പ്രതിരോധമാണ്. നമ്മൾ വേദനാജനകമായ ഒരു അസുഖം ബാധിക്കുമെന്ന് വന്നാൽ ആ അസുഖത്തിന് കാരണമാകുന്ന അവസ്ഥകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും. നമുക്കൊരു പ്രയാസമുണ്ടാകുമെന്ന് വന്നാൽ ആ പ്രയാസത്തിന് കാരണമാകുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും. എന്തുകൊണ്ടാണ് നമ്മൾ മഴ നനയാത്തത്? മഴ നനഞ്ഞാൽ പനി പിടിക്കുമെന്ന് പേടിയുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പല അസുഖങ്ങളും ബാധിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കുന്നത്? അസുഖങ്ങൾ വരുമെന്ന പേടി കൊണ്ടാണ്. അപ്പോ ചിലതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ചിലത് നമ്മൾ ചിലയിടത്ത് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ട ഒരു വേദനാജനകമായ ശിക്ഷയുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ പറയട്ടെ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്തായി? നരകത്തിൽ നിന്ന് രക്ഷപ്രാപിക്കലാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗപ്രവേശനമാണ് നമ്മുടെ ലക്ഷ്യം. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഞാനൊരു കച്ചവടത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ കച്ചവടത്തിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ, ആ കച്ചവടത്തിന്, ആ ബിസിനസ്സിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്താണ് ആ കച്ചവടം എന്ന് ചോദിച്ചാൽ തുഅ്മിനൂന ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹു അല്ലാത്ത എല്ലാ അവലംബങ്ങളെയും മാറ്റിവെക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു അല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന, അള്ളാഹു അല്ലാതെ എന്നെ അപകടത്തിൽപ്പെടുത്താൻ കഴിയുന്ന, അള്ളാഹു അല്ലാതെ എനിക്കെതിരെ നന്മയോ തിന്മയോ ആയ എന്തെങ്കിലും കാര്യങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഏതെങ്കിലുമൊക്കെ ശക്തികളോ കേന്ദ്രങ്ങളോ ഉണ്ട് എന്ന അബദ്ധമായ വിശ്വാസധാരണകളിൽ നിന്ന് മാറി നിൽക്കുക. തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക. വറസൂലി, അള്ളാഹുവിന്റെ പ്രവാചകനിലും നിങ്ങൾ വിശ്വസിക്കുക. എന്തിനാണ് അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചത്? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറെ ആശയങ്ങളാണ്. ആ ആശയങ്ങളെ പ്രയോഗവൽക്കരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു മാർഗമാണ് ഹദീസുകൾ എന്ന് പറയുന്നത്, സുന്നത്ത് എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു ആശയമാണ്. ആ ആശയത്തെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്ന ഒരു മാതൃകയാണ് പ്രവാചക ചര്യ എന്ന് പറയുന്നത്. ആ മാതൃകയെ നിങ്ങൾ ഏറ്റെടുക്കുന്നതിനെയാണ് നമുക്ക് വേണമെങ്കിൽ ഫിഖ്ഹ് അല്ലെങ്കിൽ കർമ്മശാസ്ത്രം എന്ന് പറയാവുന്നത്. ഖുർആൻ ആശയമാകും, പ്രവാചക ചര്യ നിങ്ങളുടെ മുമ്പിലുള്ള മാതൃകയാകും. ഫിഖ്ഹ് എന്ന് പറയുന്നത് ആ ചര്യയെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിനെ, ക്രമീകരിച്ചെടുക്കുന്നതിന് ഫിഖ്ഹ് എന്ന് നമ്മൾ പറയും. ഇതാണ് ഇസ്ലാമിന്റെ സാങ്കേതികമായ രൂപം. ഞാനിത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മളൊരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് സഞ്ചരിക്കുന്നവരാണ്. ഏത് ലക്ഷ്യത്തെ, എന്ത് ലക്ഷ്യത്തെ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ആ ലക്ഷ്യം ചിലപ്പോൾ പാളിപ്പോകും. എങ്ങനെയാണ് ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ ആ ലക്ഷ്യം ചിലപ്പോൾ പാളിപ്പോകും. മുൻപേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വഴിമാറി സഞ്ചരിച്ച ആളുകൾ. രണ്ടാളുകളുടെ ഉദാഹരണം മുൻപൊരിക്കലും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. രണ്ടാളുകളെ ഒരു കമ്പനി ജോലിക്കെടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ഇന്നാലിന്ന കമ്പനിയിൽ നിന്ന് എല്ലാ റെക്കോർഡുകളും എല്ലാ റിപ്പോർട്ടുകളും കൊണ്ടുവരണം എന്ന് പറഞ്ഞയക്കുന്നു. ഇവര് പോകുമ്പോൾ കാണുന്നത് ഇവര് കാണേണ്ട റിപ്പോർട്ടുകൾ ശേഖരിക്കേണ്ട കമ്പനിയുടെ ഓഫീസ് 18 നിലകളുള്ള വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ. ഓർമ്മയിലുണ്ടാകും സഹോദരങ്ങൾക്ക്. അതിൽ 16ാമത്തെ നിലയിലാണ് ഇവർക്ക് കാണേണ്ട ഓഫീസും സംവിധാനങ്ങളും ഉള്ളത്. രണ്ടുപേരും ചെന്ന് നോക്കുമ്പോ
ഈ 18 നിലകളുള്ള വലിയ കെട്ടിടത്തിലെ ലിഫ്റ്റുകളെല്ലാം കംപ്ലൈന്റ് ആണ്. ലിഫ്റ്റ് കയറാൻ നിർവാഹമില്ല, നടന്നു കയറണം. അങ്ങനെ രണ്ടുപേരും കൂടി നടന്നു കയറി വല്ലാതെ തളർന്ന് ക്ഷീണിച്ച് 16ാമത്തെ നിലയിലെത്തിയപ്പോ ഒന്നാമത്തെ മനുഷ്യൻ രണ്ടാമത്തവരോട് പറയുന്നു, 16 നിലകളെത്തി, ഇനി നമുക്ക് ഈ റിപ്പോർട്ടുമായിട്ട് പോയാൽ മതിയല്ലോ, തിരിച്ചിറങ്ങാൻ കയറിയ അത്രയും പ്രയാസം ഇറങ്ങാൻ ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോ രണ്ടാമത്തെ മനുഷ്യൻ ഒന്നാമത്തവനോട് പറയുന്നത്, സഹോദരൻ നീ പറഞ്ഞത് ശരിയാണ്, 16 നിലകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ കയറിയ കെട്ടിടം മാറിപ്പോയി, ഇതായിരുന്നില്ല നമ്മൾ കയറേണ്ടത്, കയറേണ്ട കെട്ടിടം വേറെയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സഞ്ചരിക്കേണ്ട ലക്ഷ്യത്തെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നരകത്തിൽ പതിക്കാവുന്ന എല്ലാ സാധ്യതകളെയും നമ്മൾ തിരിച്ചറിയണം. ആ സാധ്യതകളുടെ വാതിലുകൾ നമ്മൾ അടച്ചു വെക്കണം. സ്വർഗത്തിൽ പ്രവേശിക്കാവുന്ന എല്ലാ സാധ്യതകളെയും നമ്മൾ തിരിച്ചറിയണം. ആ സാധ്യതകളെ മുഴുവനും നമ്മൾ ഉപയോഗപ്പെടുത്തണം. കൂരാക്കൂരി ഇരുട്ടിൽ അകപ്പെട്ടുപോയ ഒരു മുറിയിൽ കുറെ മനുഷ്യർ കൂരാക്കൂരി ഇരുട്ടിൽ അകപ്പെട്ടുപോയി എന്ന് സങ്കല്പിക്കുക. ആ കൂരാക്കൂരി ഇരുട്ടിൽ അകപ്പെട്ടു പോയയിടത്ത് ആ മുറിയിൽ എവിടെയോ ഒരു തീപ്പെട്ടിയും ഒരു മെഴുകുതിരിയും ഉണ്ട്. പക്ഷെ അകപ്പെട്ടു പോയ എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പരസ്പരം പറയാണ്, നീ കാരണമാണ് നമ്മൾ ഇരുട്ടിലായി പോയത്, നിങ്ങൾ കാരണമാണ് ഇരുട്ടിലായി. എല്ലാവരും കുറ്റപ്പെടുത്തി നിന്നാൽ എത്ര സമയം കുറ്റപ്പെടുത്തിയാലും എത്ര സമയം പരസ്പരം പഴി പറഞ്ഞാലും ആ കൂരാക്കൂരി ഇരുട്ടിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. അതേസമയം ആ കൂരാക്കൂരി ഇരുട്ടിലും ഒന്ന് പരതണം. ഇവിടെ എവിടെയോ മറഞ്ഞിരിക്കുന്ന തീപ്പെട്ടിയും മെഴുകുതിരിയും ഒന്ന് കിട്ടിയാൽ അത് ആരെങ്കിലും ഒരാളെടുത്ത് കത്തിച്ചാൽ ആ കൂരിരുട്ടിൽ അകപ്പെട്ടുപോയ മുറിയിൽ നിന്ന് വെളിച്ചം കൊണ്ട് എല്ലാവർക്കും പുറത്തേക്ക് വരാം. ആരും അതിന് പരിശ്രമിച്ചില്ലെങ്കിലോ എല്ലാവരും ആ ഇരുട്ടിൽ കിടന്ന് പരസ്പരം ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ടേയിരിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഉമ്മത്ത് മുസ്ലിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ലക്ഷ്യബോധം മുന്നിലുള്ള സ്വർഗം എന്ന് പറയുന്ന അതിമഹത്തായ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നവരാണ്. നരകത്തിന്റെ വാതിലുകൾ അടച്ചു വെക്കണം, സ്വർഗത്തിന്റെ വാതിലുകൾ ഇങ്ങനെ തുറക്കണം. ആ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കുക. ആരാണ് അള്ളാഹുവിന്റെ റസൂൽ? എന്തിനാണ് അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങളിലേക്ക് അയച്ചത്? റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വ മനുഷ്യർക്കും കാരുണ്യമായിട്ട് നിയോഗിക്കപ്പെട്ട ഈ റസൂൽ, എന്താണ് ആ റസൂൽ നിങ്ങളെ പഠിപ്പിച്ചത്? ആ റസൂൽ അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ആർക്ക് വേണ്ടി? ഇതൊരു വലിയ വസ്തുതയാണ്. നമുക്ക് വേണ്ടിയായിരുന്നു. നമ്മെ രക്ഷപ്പെടുത്താനാണ് അള്ളാഹുവിന്റെ റസൂൽ ത്യാഗം സഹിച്ചിട്ടുള്ളത്. നമ്മുടെ മുമ്പിൽ സ്വർഗത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നയിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ കല്ലേറ് കൊണ്ടിട്ടുള്ളത്. നമ്മെ സ്വർഗത്തിന്റെ വാതിലുകൾ ചൂണ്ടിക്കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയോടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ മുമ്പിൽ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് നമ്മെ എത്തിക്കാൻ എല്ലാ വാതിലുകളും തുറന്നു തരാൻ വേണ്ടിയിട്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉടനീളം ത്യാഗോജ്വലമായ ജീവിതം കാഴ്ചവെക്കേണ്ടി വന്നത്. അപ്പോ പ്രിയമുള്ളവരെ, ആ റസൂലിനെ നമ്മൾ വിശ്വസിക്കണം. അതിന്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വരും, മറ്റ് ഖുതുബകളിലും ക്ലാസ്സുകളിലും ഒക്കെ ആയിട്ട് കടന്നു വരും. ഞാൻ പറഞ്ഞ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുക. വതുജാഹിദൂന ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിക്കണം. എങ്ങനെ? ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങളുടെ സമ്പത്തും ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കാനുള്ള 2 ടൂളുകളാണ്. ആ ആയുധങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഒരു അറബി കവിതയുണ്ടല്ലോ, നഹ്നുല്ലദീന ബായഅഹു മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ. നാമാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തവർ. നഹ്നുല്ലദീന ബായഅഹു മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ. ഈ ദുനിയാവിൽ നമ്മൾ ബാക്കിയുള്ള കാലത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ ജിഹാദ് ചെയ്തു കൊള്ളാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ നിലകൊണ്ടുകൊള്ളാം, അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ നമസ്കരിച്ചു കൊള്ളാം, അള്ളാഹുവിന് വേണ്ടി ആ നമസ്കാരത്തിന്റെ വെളിച്ചം കൊണ്ട് ഞങ്ങളുടെ സമൂഹത്തിന്റെ ഇരുട്ടിനെ ഞങ്ങൾ വകഞ്ഞു മാറ്റിക്കൊള്ളാം, അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാം, അള്ളാഹുവിന് വേണ്ടി ആ പ്രാർത്ഥനയുടെ കരുത്തുകൊണ്ട് ഞങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്തു കൊള്ളാം, അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ നിലകൊണ്ടുകൊള്ളാം, അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പരമമായ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്ന സ്വർഗത്തെ ഞങ്ങൾ സ്വപ്നം കണ്ടുകൊള്ളാം. ഇത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രിയമുള്ളവർ, അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിക്കുക,
അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സമ്പത്തും ശരീരവും കൊണ്ടുള്ള ജിഹാദ് നിങ്ങൾ നിർവഹിക്കുക. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. അതാണ് നിങ്ങൾക്ക് ഇൽമുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലത്. അവിടെ തഅലമൂൻ എന്ന ഒരു പ്രയോഗമുണ്ട്. നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, നിങ്ങൾ ഇൽമുള്ളവരാണെങ്കിൽ, ആ ഇൽമ് എവിടെ നിന്ന് ആരംഭിച്ച ഇൽമാണ് എന്ന് ചോദിച്ചാൽ ആ ഇൽമിന്റെ ആരംഭം വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന് പറയുന്നിടത്ത് നിന്ന് ആദമിന് നാം ഈ ദുനിയാവിലെ എല്ലാത്തിനെ കുറിച്ചുമുള്ള പാഠങ്ങൾ പകർന്നു കൊടുത്തു എന്ന് പറയുന്ന ഇൽമിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഞാനഥവാ സൂചിപ്പിച്ചു വന്നതിന്റെ ചുരുക്കം, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നങ്ങളെ ലക്ഷ്യങ്ങളായി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ജീവിയാണ്. മറ്റ് ജീവിവർഗങ്ങളെ പോലെയല്ല, അലക്ഷ്യമായി ജീവിക്കുന്നവരല്ല. പക്ഷെ മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി രൂപീകരിച്ചു തന്ന, അള്ളാഹു ഡിസൈൻ ചെയ്ത ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ ഹിജ്റ അതിമനോഹരവും അതിമഹത്തരവും ഉദാത്തവുമായ ചില പാഠങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരും. ആ ഹിജ്റയുടെ പാഠങ്ങളിൽ അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങൾ നടന്നു നീങ്ങിയ വഴിയോരങ്ങളിലെ ഓരോ കാഴ്ചകളും ഓരോ ഇടപെടലുകളും നിങ്ങളുടെ ജീവിതത്തിന് വെളിച്ചമായിരിക്കും. ആ ഹിജ്റയുടെ പാഠങ്ങൾ പഠിക്കുമ്പോ, ആ ഹിജ്റയുടെ വിജയത്തിന്റെ നിദാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ ഫറോവമാർ മുങ്ങിമരിച്ച ചെങ്കടലിലെ ഓരോ തുള്ളികളും നിങ്ങളുടെ മുമ്പിൽ ഗഹനമായ ചിന്തകൾ ഇട്ട് തരും. നിങ്ങളുടെ മുമ്പിൽ പ്രതീക്ഷയുടെ വാതിലുകൾ തുറന്നു തരും. നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്നുള്ള കുളിർമഴയുടെ നല്ല മനോഹരമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി തരും. പക്ഷേ ഇതൊക്കെ ലഭിക്കണമെങ്കിൽ ഞാൻ ആര് എന്നും ഞാൻ എവിടേക്ക് സഞ്ചരിക്കുന്നു എന്നും എന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലെ തടസ്സങ്ങൾ എന്തെന്നും എന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഞാൻ തുറന്നു വെക്കേണ്ട സ്വർഗത്തിന്റെ വാതിലുകൾ എന്ത് എന്നും നമ്മൾ തിരിച്ചറിയണം. ലക്ഷ്യമറിയാതെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മുടെ യാത്ര പരാജയപ്പെട്ടു പോകും. ലക്ഷ്യമറിയാതെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മുടെ യാത്ര നരകത്തിന്റെ അന്തരീക്ഷത്തിലേക്കാണ് സഞ്ചരിക്കുക. പ്രിയമുള്ളവരെ, ലക്ഷ്യബോധം ഉയർത്തിപ്പിടിക്കുന്ന കൃത്യമായി വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും ഒക്കെ നമുക്ക് മുമ്പിൽ പറഞ്ഞു വെക്കുന്ന ലക്ഷ്യബോധങ്ങളിലൂടെ സഞ്ചരിക്കാൻ വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചെടുക്കാൻ, ഡിസൈൻ ചെയ്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് വീഴ്ചകൾ പുറത്ത് അവന്റെ നല്ല അടിമകളായി ജീവിച്ച് നല്ല അടിമകളായി മരണപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.